ആ ഭഗവാൻ കുറച്ചും കൂടി ഒരു പൊരുത്തം തോന്നുന്നത് കണ്ഠകർണം അത് അനവധി തൃപ്തി നൽകിയ അതെ അനവധി ക്ഷേത്രങ്ങളിൽ എത്തിയിട്ടുണ്ട്. അഴീക്കോട്, കൊറ്റാളിക്കാവ്, പിന്നെ കടവാരം, കനകച്ചേരി ശ്രീ കുറുമ്പാൻ്റെ എൻ്റെ ക്ഷേത്രം മഹാക്ഷേത്രം അവിടെ നിന്നാണ് ദൈവം എൻ്റെ കനകച്ചേരി ശ്രീ കുറുമ്പക്കാവുന്നാണ് കണ്ഠകർണം ദൈവം ഫസ്റ്റ് കെട്ടിപ്പടിച്ചു. അതിനുള്ള അനുഗ്രഹങ്ങൾ ആ മാതാവാണ് നമുക്ക് തന്നത്. അവിടെ നിന്ന് മുതലാണ് എല്ലാ ബാക്കിയുള്ള ശ്രീ കുറുമ്പക്കാവിലൊക്കെ ഞാൻ അനവധി കണ്ഠകർണം ദൈവങ്ങളെ കെട്ടാനുള്ള മഹാഭാഗ്യം ഈ 16 ഇത് പറഞ്ഞില്ലേ, പന്തെന്ന് പറഞ്ഞില്ലേ, ഈ 16 പന്തം കെട്ടുമ്പോൾ കെട്ടിയിട്ട് അന്ന് തിരി വലം 3 വെക്കണമല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അതിനിടയിൽ വളരെ റിസ്ക്കുള്ള 16 പന്തം കുടയുന്നത് വരെ ഈ ദൈവത്തിന് വളരെ ശ്രദ്ധിച്ചു കൂടെയുള്ളവരുണ്ടാവും. വളരെ തെയ്യക്കാരൻ്റെ പൂർവ്വ ഏകാഗ്രത മനസ്സോടുകൂടി ഏകാഗ്രത ഭക്തിയോടുകൂടി ഈ ഒറ്റക്കോലം പറഞ്ഞല്ലേ കൃത്യമായ വ്രതം അതിനും പോകണം. ഏകാഗ്രത ഭക്തിയോടുകൂടി മനസ്സ് ഏകാഗ്രതയായി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ച് അതിൻ്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വരണം. എന്നിട്ട് പീഠത്തുമ്മക്ക് പീഠം തുടങ്ങി അങ്ങനെ ചെയ്യണം. പിന്നെ ഈ കാവുകളിൽ നിന്നോ അല്ല മറ്റുള്ള ഈ സംഘടന ആൾക്കാരുണ്ടാവില്ലേ, അവരുടെയൊക്കെ ഈ അനുകൂലമായ എന്തെങ്കിലും ആയിരിക്കുമല്ലേ കിട്ടിയിട്ടുണ്ടാവും? ഇതുവരെ പ്രതികൂലമായതൊന്നും പറഞ്ഞിട്ടുണ്ടാവുന്നുണ്ടാവില്ലല്ലോ. അനുകൂലം തന്നെയല്ലേ? ഈ കാണികൾക്കോ ഈ വരാൻ കാണികൾക്ക് വളരെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സപ്പോർട്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും. നല്ല പെരുമാറ്റങ്ങളാണ്. സ്വന്തം ഒരു പ്രായമുള്ള ആൾ ഏട്ടനെ അനിയനെ പോലെ കാണുന്നു. ചെറുപ്പക്കാർ ഏട്ടനെ പോലെ കണ്ടിട്ട് എന്ത് കാര്യത്തിനും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എല്ലാ ജോലികൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂട്ടൊരുമയായിട്ടും കൂടെ ഉണ്ടായിട്ടും പണിക്കർ എന്നുള്ള സ്ഥാനത്തിലല്ല ഏട്ടനായിട്ട് അനിയനായിട്ടും കാണുന്ന എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ആൾക്കാരാണ് എൻ്റെ നാട്ടുകാർ. അങ്ങനെ പറയാം, എൻ്റെ നാട്ടുകാർ തന്നെ പറയാം. എല്ലാം എൻ്റെ കുതിർത്തുല്യരായ ഗുരുക്കന്മാരുണ്ട്, അതേപോലെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അനവധി എൻ്റെ അനിയന്മാർ സുഹൃത്തുക്കളുണ്ട്. ഒക്കെ എല്ലാവരും ഒരേട്ടൻ്റെ സ്ഥാനത്ത് നമ്മളെ കണ്ടിട്ട് കാര്യം ചെയ്യുന്നു. ഇനി ശിഷ്യന്മാരായിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് അനവധി ഉണ്ട്. കണ്ഠകർണനോ അല്ല മറ്റേ തീച്ചാമണ്ടി ഉണ്ട്. കണ്ഠകർണൻ ഇപ്പം എൻ്റെ ഒരു അനിയൻ കിട്ടുന്നുണ്ട്, വെന്നിപ്പണിക്കർ, വെന്നിക്കുട്ടൻ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എൻ്റെ ക്ഷേത്രത്തിന് ഇവിടുന്ന് പണിക്കറാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ രണ്ടൊക്കെ ശേഷമുള്ള തെയ്യം കിട്ടുന്നത് നല്ല തെയ്യമാണ്. എൻ്റെതായ നമ്മളതായ അതേ സ്റ്റൈലിലുള്ള തെയ്യം, അതേ ആചാരങ്ങളും അവനും കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ്റെ അനിയൻ പിന്നെ ബവിൻ എന്ന് പറഞ്ഞ ബാവിക്കുട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹം തെയ്യം കിട്ടുന്നുണ്ട്. ബസൂരിമാല അദ്ദേഹത്തിന്. ഇതൊക്കെ നമ്മളെ ശിക്ഷണത്തിലും നമ്മളെ നിയന്ത്രണത്തിലും അങ്ങനെ മരുമക്കളായ അനിയന്മാരായ സുശീൽ, അങ്ങനെ കുറച്ച് ആളുണ്ട്. പിന്നെ മരുമക്കളായ ശ്രീശാന്ത്, മകനായ ഋതുകൃഷ്ണ, 11ാമത്തെ വയസ്സിൽ ഗുളിക ഓനും എല്ലാവരും അങ്ങനെ കുറേ ശിഷ്യന്മാരും കുറേ അനവധി വിദ്യകൾ പഠിക്കുന്ന അന്വേഷിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വന്നിട്ട് മനസ്സിലാക്കണം ഏട്ടാന്ന് പറഞ്ഞാൽ അതാകുന്നത് എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു തീച്ചാമണ്ടി കെട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാറുണ്ട്, വിശ്രമം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണ്ടി വരുന്നു? അങ്ങനെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം റെസ്റ്റ് ഒന്നുമില്ല. പണ്ട് ഉള്ളിയും ചക്കരയും വെള്ളം വെച്ച് കുടിക്കണം അന്നത്തെ കാലം. പക്ഷേ അത് അഗ്നിയോടാണല്ലോ നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ഈ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ രക്തത്തിന്റെ ഇത് പതച്ചിരിക്കും. അപ്പൊ അതിന് എന്തായാലും 14 ദിവസമെങ്കിലും റെസ്റ്റ് എടുത്ത് അതിന് അന്നത്തെ കാലം ഉള്ളിയും ചക്കരയും വെള്ളം വെച്ച് കുടിക്കലും ഈ രക്തത്തെ തണുപ്പിക്കുന്ന പോഷകാഹാരങ്ങൾ പോയി കഴിച്ചിട്ട് അതങ്ങനെ നിൽക്കണം. അങ്ങനെയാണ്. അതിനുശേഷം കൃത്യമായ ഒരു വ്രതങ്ങളൊക്കെ മുറിക്കുക. അത്ര വരെ ഈ വ്രതം പോലെ തന്നെ 41 കഴിഞ്ഞാൽ ഒരു 14 നമ്മൾ നോമ്പ് പോക്കുന്ന പോലെ തന്നെ അതൊന്നാൽ ശരീരം സെറ്റായി വരും. അങ്ങനെയാണ് അതിന്റെ കാര്യം. ഓക്കെ ശരി, താങ്ക് യു.